നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന്, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയുള്ള ദിവസങ്ങളിലും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കാണാനായിട്ട് പറയുക. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു? ആസ്വാദനക്കുറിപ്പ് പോലുള്ള വ്യവഹാര രൂപങ്ങൾ പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന, എക്സാമിനെല്ലാം തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഥാപാത്ര നിരൂപണം. എന്താണെടാ കഥാപാത്ര നിരൂപണം? കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരേണ്ടത് എന്നൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. 5ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണിത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? കഥാപാത്ര നിരൂപണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് കഥാപാത്ര നിരൂപണം അല്ലേ? നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കഥയോ കവിതയോ അല്ലേ പഠിക്കാനായിട്ടുണ്ടാവും. അതിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു കഥാപാത്രം, ഒരു ക്യാരക്ടർ ഉണ്ടാവും അല്ലേ? ഒരു കഥാപാത്രം ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ എന്തായിരിക്കും? കേന്ദ്ര കഥാപാത്രം തന്നെ ആരായിരിക്കാം? അദ്ദേഹം തന്നെ ആയിരിക്കാം. ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ പറയാം. 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം നോക്കുവാണെങ്കിൽ നമ്മുടെ ഓടയിൽ നിന്ന്, പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന കഥയിൽ എന്തുണ്ട്? പപ്പു എന്ന് പറയുന്ന റിക്ഷാക്കാരൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ പാത്തുമ്മയുടെ ആട് അല്ലേ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സഹോദരിയുടെ പേരാണ് പാത്തുമ്മ. പാത്തുമ്മ വളർത്തുന്ന ആടാണ് അതിൽ കഥാപാത്രമായിട്ട് വരുന്നത് തന്നല്ലോ. അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഓരോ കഥയെയും അടിസ്ഥാനമാക്കി ഉണ്ടാകും. ആ കഥാപാത്രത്തെ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ്, സമൂഹവുമായിട്ടുള്ള ബന്ധം തിരിച്ചറിഞ്ഞ്, ആ കഥയിൽ കഥാപാത്രത്തിനുള്ള പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് എന്തടാ കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു കഥയിൽ കഥാപാത്രങ്ങൾ ഉണ്ടാകും. അതിലൊരു പക്ഷെ എന്തുണ്ടാവാം? കേന്ദ്ര കഥാപാത്രം, മുന്നിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാകാം. ആ കഥാപാത്രത്തെ, ആ ക്യാരക്ടറിനെ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട്, ആ കഥയുടെ ആശയമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, സമൂഹവുമായുള്ള ബന്ധം, പെരുമാറ്റം, വ്യക്തിത്വം എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്നതാണിടാ എന്തെന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഒരു കഥയുണ്ടാവും, കഥയ്ക്കൊരു കഥാപാത്രം അല്ലെ, ഒന്നിലധികം കഥാപാത്രങ്ങൾ ഉണ്ടാവും. ആ കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും വ്യക്തിത്വവും ചിന്തകളും പ്രവർത്തനങ്ങളും സമകാലീന സമൂഹവുമായുള്ള ബന്ധവും എല്ലാം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ 2 കഥ പറഞ്ഞത് അല്ലേ? പാത്തുമ്മയുടെ ആടിലെ ആടും അതുപോലെ എന്താണ് നമ്മുടെ ഓടയിൽ നിന്നെന്ന് പറയുന്ന നോവലിലെ പപ്പു എന്ന റിക്ഷക്കാരന് നമുക്കിവിടെ കഥാപാത്രമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ കഥാപാത്ര നിരൂപണം എന്താണെന്ന് മനസ്സിലായാലോ? ഒരു കഥയുടെ പ്രധാന കഥാപാത്രം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യണം? സ്വഭാവ സവിശേഷതകൾ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, വ്യക്തിത്വം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പിലെ പോലെയും ജീവചരിത്ര കുറിപ്പിലെ പോലെയും ഇതിനൊരു ഘടനയുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ ആദ്യം എന്ത് എഴുതുമെന്ന് പഠിച്ചു? ആമുഖം എഴുതും അല്ലേ? അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണത്തിലും എന്ത് വേണം മക്കളെ? ആമുഖം ഉണ്ടായിരിക്കണം, ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഖണ്ഡിക തിരിച്ച് തന്നെ എഴുതിയിട്ടുണ്ടാവണം, തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാവണം, പിന്നെ എന്ത് ചെയ്തിരിക്കണം? ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാവണം. നമ്മളെല്ലാവരും ഇപ്പോൾ പരീക്ഷാ ഹാളിൻ്റെ അകത്തായിരിക്കുന്നത്, പരീക്ഷ എഴുതാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടി? ചോദ്യ പേപ്പർ കിട്ടി. അതിൽ 3ാമത്തെ പ്രവർത്തനം കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രവർത്തനം 3 എന്ന് എഴുതി കഥാപാത്ര നിരൂപണം എന്ന് ആദ്യം എഴുതുമല്ലോ. സ്വാഭാവികമായി നമ്മളെല്ലാവരും എഴുതും. എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തലക്കെട്ടുണ്ടാവണം. എന്തുണ്ടാവണം? തലക്കെട്ടുണ്ടാവണം. എങ്ങനെ തലക്കെട്ട് കൊടുക്കും? നമ്മൾ ആരുടെ കഥാപാത്ര നിരൂപണമാണോ എഴുതാൻ പോകുന്നത്
അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ പേരാണ് എന്തായിട്ട് കൊടുക്കേണ്ടത്? തലക്കെട്ടായിട്ട് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെടാ? തലക്കെട്ട് നൽകണം. എന്തായിരിക്കണം തലക്കെട്ട്? നമ്മൾ ആരുടെ കഥാപാത്ര നിരൂപണമാണോ എഴുതാൻ പോകുന്നത്, ആരെക്കുറിച്ചാണോ എഴുതാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ പേര് തലക്കെട്ടായി നൽകി അടിവര കൊടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാനായിട്ട് പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഖണ്ഡിക തിരിച്ചു വേണം എഴുതാനെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇപ്പൊ തലക്കെട്ട് കൊടുത്തു കഴിഞ്ഞല്ലോ, നിങ്ങൾ തലക്കെട്ട് കൊടുത്തു. ഇനി അടുത്ത് എന്താ? ആമുഖം. അടുത്ത് ഫസ്റ്റ് വരുന്നത് എന്താടാ? ആമുഖം. എന്ത് വരണം? ആമുഖം. അതായത് അതിൽ 3 പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? കൃതിയുടെ പേര്. എന്ത് ശ്രദ്ധിക്കണം? കൃതിയുടെ പേര്, രചയിതാവ്, രചനയുടെ പ്രാധാന്യം. കൃതിയുടെ പേര് നമ്മളിപ്പോ ഓടയിൽ നിന്നാണെങ്കിൽ അതല്ലേ? ആരാ രചയിതാവ്? പി കേശവദേവ്, എഴുതുന്ന വ്യക്തി രചയിതാവ് അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ്? ആ രചനയുടെ പ്രാധാന്യം എന്ത്, ആ കഥയുടെ പ്രാധാന്യം എന്ത്, ഇത്രയും എന്തിലുണ്ടായിരിക്കണം? ആമുഖത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോ ആദ്യം തലക്കെട്ട് കഴിഞ്ഞാൽ ആമുഖമാണ് വരുന്നത്. ആമുഖത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം? കൃതിയുടെ പേരുണ്ടാവണം, അത് എഴുതിയതായിരുന്നുണ്ടാവണം, ആ കൃതിക്കുള്ള പ്രാധാന്യം, ആ കഥയ്ക്ക് ഉള്ള പ്രാധാന്യം എന്താണെന്ന് ആദ്യത്തെ പാരഗ്രാഫില് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത് നമ്മൾ എന്ത് എഴുതണം? ആദ്യത്തെ ഖണ്ഡിക അവിടെ കഴിഞ്ഞേ, ഇനി എന്താ രണ്ടാമത്തെ ഖണ്ഡിക അല്ലേ? അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? രണ്ടാമത് നമ്മൾ ഖണ്ഡിക തിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ കഥയിൽ കഥാപാത്രത്തിന്റെ പങ്ക് എന്താണ്? നമ്മുടെ ഈ കഥയിൽ കഥാപാത്രത്തിന്റെ പങ്ക് എന്താണ്? ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ പറഞ്ഞു തരാം. എന്താണ്? പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കഥയിലെ, നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് പപ്പു. കേന്ദ്ര കഥാപാത്രമാണ് പപ്പു. അപ്പൊ സ്ഥാനം മനസ്സിലായല്ലോ? കേന്ദ്ര കഥാപാത്രം, മെയിൻ ക്യാരക്ടർ ആണ് അല്ലേ? അപ്പൊ എന്താണ്? രണ്ടാമത്തെ ഖണ്ഡിക എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം മക്കളെ? എന്തെഴുതണം? കഥാപാത്രത്തിന്റെ പങ്ക് എന്താണ്, ആ കഥയില് കഥാപാത്രത്തിന്റെ പങ്ക് എന്താണെന്ന് ഇതിന് വിശദീകരിച്ച് എഴുതുക. അതിനുശേഷം എന്തെഴുതണം? അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എഴുതണം അല്ലേ? സ്വഭാവത്തിന് പ്രത്യേകതയൊക്കെ ഉണ്ടാകത്തില്ലേ? അത് എഴുതണം. പിന്നെയോ ആ കഥയില് മറ്റുള്ള കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ്, ആ കഥയില് മറ്റുള്ള കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് എഴുതണം. അതായത് ആ കഥയിൽ ഒരുപാട് ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കേന്ദ്ര കഥാപാത്രത്തിന് മറ്റുള്ളവരുമായുള്ള ബന്ധം നല്ല ബന്ധമാണോ പുലർത്തുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളാണോ എന്നൊക്കെ പറഞ്ഞ് എഴുതണം. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്തൊക്കെ വേണോടാ? കഥയില് ആ കഥാപാത്രത്തിനുള്ള പങ്കുണ്ടായിരിക്കണം, ഇതര കഥാപാത്രങ്ങളുമായുള്ള ബന്ധമുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഇതര കഥാപാത്രങ്ങളുമായുള്ള ബന്ധം ഉണ്ടായിരിക്കണം. അതായത് മറ്റ് കഥാപാത്രങ്ങളുമായി അദ്ദേഹം എങ്ങനെയാണോ ബന്ധം വെക്കുന്നത്, ഏത് രീതിയിലാണോ പെരുമാറുന്നത് അത്. അതിനുശേഷം മൂന്നാമതിന് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനപ്പെട്ടതാണ്. ആ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. എങ്ങനെ വ്യക്തമാക്കണം? ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. അപ്പോ ഈ ഉദാഹരണ സഹിതം വ്യക്തമാക്കണമെങ്കിൽ ഈ പ്രധാന കഥാപാത്രത്തിന്റെ ഇതെല്ലാം നമ്മൾ സ്വഭാവ സവിശേഷതകളെല്ലാം നമ്മൾ എഴുതണമെങ്കിൽ ആ പാഠഭാഗം ആദ്യം എന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ വായിച്ചിരിക്കണം. എന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ വായിച്ചിരിക്കണം. വായിച്ച് അതിൻ്റെ ആശയം എന്താണെന്നും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, പാഠഭാഗം വ്യക്തമായും പൂർണ്ണമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കഥാപാത്ര നിരൂപണം എഴുതാനായി സാധിക്കൂ. അതായത് ആ പാഠഭാഗം ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് മനസ്സിലാക്കി ആശയം മനസ്സിലാക്കിയാലേ ആ കഥാപാത്രത്തിന് കഥയിലുള്ള പങ്കായാലും സ്വഭാവ സവിശേഷതയായാലും മൂന്നാമത്തെ പാരഗ്രാഫ് വരുന്നതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്ലെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് ഉദാഹരണ സഹിതം എഴുതണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? പാഠഭാഗം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ല രീതിയിൽ വായിച്ച ആശയം മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പാരഗ്രാഫിൽ ഖണ്ഡികയിൽ നമ്മൾ എന്താ മക്കളെ എഴുതിയത്? കൃതി, കൃതിയുടെ പേര് അല്ലെ, കൃതിയുടെ പേര്, രചയിതാവ്, കൃതിയുടെ പ്രാധാന്യം എന്താണ് അല്ലെ, അതെന്തിനാണ് ഈ കഥ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്ത് എഴുതണം? നമ്മൾ എഴുതുന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം കഥയിൽ എന്താണ്, സ്വഭാവ സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് എന്തെഴുതണമെന്ന് പറഞ്ഞു?
അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. എങ്ങനെ വ്യക്തമാക്കണം? ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. പപ്പുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലായിട്ടുള്ള കുട്ടികളാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലും 6ാം ക്ലാസ്സിൽ പപ്പുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കില്ലേ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ് പപ്പു. സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു. ഉദാഹരണം എന്താ? ലക്ഷ്മി എന്ന പെൺകുട്ടിയെ റിക്ഷ തട്ടി വീണിട്ട് തൻ്റെ ജോലി ചെയ്ത് തീർക്കുകയും ആ കുട്ടിക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു, അല്ലേ? മനുഷ്യത്വപരമായി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏത് ഭാഗത്ത് വരണം? നമ്മുടെ ഈ ഏത് ഭാഗത്ത് വരണം? വ്യക്തിത്വം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എന്തെഴുതുന്നത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നതിൽ വരണം. ഈ 3 പോയിന്റ്സ് മനസ്സിലായോ? ഈ 3 ഖണ്ഡികകളും കഴിയുമ്പോൾ 4ാമത് നിങ്ങൾക്ക് ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ടാവും, അല്ലേ? എനിക്ക് ഇന്ന ആളിനെ, ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു, കാരണം ഇതാണ് എന്ന് നമ്മൾ പറയില്ലേടാ. നമുക്കൊരു ഒരു സിനിമ കാണുവാണ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചില ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും, അല്ലേ? അത് മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ആരായാലും നമ്മൾ എന്ത് ചെയ്യോടാ? ഇഷ്ടപ്പെട്ടു പോകും, അറിയാതെ തന്നല്ലോ ആണ്. അത് കണക്ക് നമ്മളൊരു കഥ പഠിക്കുമ്പോൾ അതിൽ ആ കഥാപാത്രം, നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതാൻ പോകുന്ന വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. അത് നമ്മൾ സ്വന്തം നിലപാടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? എഴുതുക. അതായത് കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടേതായ കാഴ്ചപ്പാട് എഴുതി വെക്കുക. കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളുടേതായ നിലപാട് അല്ലെങ്കിൽ കാഴ്ചപ്പാട് എഴുതുക, അല്ലേ? പപ്പു എന്ന വ്യക്തി എങ്ങനെയാണ് എന്ന് നമുക്കുള്ളിലൊരു ഇത് കാണത്തില്ലേ? അതെന്ത് ചെയ്യുക? എഴുതുക. അത് ആരെക്കുറിച്ചായാലും, പപ്പു എന്നല്ല എക്സ് ഓർ വൈ, ഏത് കഥാപാത്രമായാലും അദ്ദേഹത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ കണ്ട കാഴ്ച, വായിച്ചറിഞ്ഞ കാഴ്ച വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം നിലപാട് 4ാമത് എന്ത് ചെയ്യണം മക്കളെ? വ്യക്തമാക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. എന്തുകൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അതെന്താണ് കാരണം, അല്ലേ? അതെന്ത് ചെയ്യുക? നിങ്ങളുടെ നിരീക്ഷണം എഴുതി വെക്കുക. അപ്പൊ അടുത്തെന്തായിരുന്നു ശ്രദ്ധിക്കേണ്ടത്? വ്യക്തിത്വം എഴുതി കഴിഞ്ഞതിന് ശേഷം, ഉദാഹരണ സഹിതം എഴുതിയതിനു ശേഷം എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട്, ഈ കഥാപാത്രം എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതണം. അതിനുശേഷം പ്രധാനപ്പെട്ട ഒന്നാണ് ആനുകാലിക സമൂഹവുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ കഥാപാത്രത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് തീർച്ചയായും എഴുതിയിരിക്കണം. ഏതൊരു പ്രവർത്തനം തന്നാലും ആനുകാലികവുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ സമകാലിക സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവണം. അടുത്ത പാരഗ്രാഫിൽ എന്തുണ്ടായിരിക്കണോടാ? സമകാലിക സമൂഹവുമായി ബന്ധപ്പെട്ട് ആ കഥാപാത്രത്തിന്റെ പങ്കുണ്ടായിരിക്കണം. സമകാലിക സമൂഹവുമായി ബന്ധപ്പെട്ട ആ കഥാപാത്രത്തിന്റെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കണം. അത് ഇത്രയും എഴുതുമ്പോൾ മാർക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ അക്ഷരത്തെറ്റ് വരരുത്. തെറ്റ് സ്വാഭാവികം, മനുഷ്യ സഹജം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തെറ്റ് വരുത്തരുത്. തെറ്റ് വന്നാലും ഒറ്റ വെട്ട് വെട്ടുക, ഒരുപാട് വെട്ട് കുത്തലുകളൊന്നും വരുത്തരുത്. തലക്കെട്ട് മെയിനായിട്ട് കൊടുക്കണം. ഖണ്ഡിക തിരിച്ചെഴുതണം. മനോഹരമായ അക്ഷരത്തിൽ എഴുതണം. പേപ്പർ നീറ്റ് ഉണ്ടാവണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? കഥാപാത്ര നിരൂപണം എന്താണെന്ന് നോക്കിയല്ലേ? കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് കഥാപാത്ര നിരൂപണം. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പാഠം നമുക്ക് പഠിച്ചിട്ട്, പാഠഭാഗം പഠിച്ചതിന് ശേഷം കഥാപാത്ര നിരൂപണം എഴുതാൻ തയ്യാറാവാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും കൃത്യമായിട്ട് ഈ ക്ലാസ് കാണുക. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ്, ഓരോ ദിവസവും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് പിറ്റേന്ന് എന്ത് ചെയ്യുന്നത്, ഞാൻ ആ ഊർജ്ജത്തോടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.